കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങനെ വളർത്തച്ഛനും കേട്ടേക്കറുമായ പരിശുദ്ധ ഔഷപിതാവിൻ്റെ തിരുനാൾ, സ്വർഗീയ കയറ്റ തിരുനാളാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഔഷപിതാവ് ചെന്ന ഇടത്തേക്ക് ഉള്ള യാത്രയാണ് ജീവിതമെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടുമ്പോൾ ഒത്തിരിയേറെ അതിൻ്റെതായിട്ടുള്ള വ്യവഹാരിക ഞെരുക്കങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. ഔഷപിതാവിനെ പോലെ ജീവിതത്തെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, ദൈവമേൽപ്പിച്ച ജോലികളെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പ്രതിബദ്ധതയോടെ അതിൽ സമർപ്പിതരാകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഞെരുക്കങ്ങൾ വിശ്വാസ ഞെരുക്കങ്ങളായി കണ്ടുകൊണ്ട് തന്നെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഔഷപിതാവിൻ്റെ തിരുനാളിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും, ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരാളാണ്. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനും കൈമാറാനും വേണ്ടി യാത്ര ചെയ്തൊരു മനുഷ്യൻ്റെ മാധ്യസ്ഥ നാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ യാത്രക്കാരും നീ ആശീർവദിക്കണമേ. യാത്രയിൽ ഭവനങ്ങളിൽ തിരിച്ചു വരുന്നവർ, ഈ രാജ്യം വിട്ടുപോകുന്നവർ, നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ നേടി പോകുന്നവർ, തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവർ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ, എല്ലാവരെയും തൊഴിലിനെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിലിനെ ലോകത്തെ പോലെ സ്ഥാപനത്തിന് വേണ്ടി, പുനഃക്രമീകരണത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് പുനർനിർമ്മാണത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ ചൈതന്യത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിറവേറ്റുവാൻ, നല്ല ഉത്തമ തൊഴിലാളിയായി ജീവിക്കുവാൻ, ചെയ്യുന്ന തൊഴിലിനെ ബുദ്ധിപരമാകാം, കായികമാകാം, മാനസികമാകാം, ശാസ്ത്രീയമാകാം, അഭിനയമാകാം, കഴിവുള്ള നൈപുണ്യമാകാം, എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിനെ ദൈവം തന്ന കഴിവാണ്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ സൃഷ്ടികരണത്തെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റുന്ന സുവിശേഷ വേലയാണ് തൊഴിൽ കൈമാറ്റത്തോടെ നടക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ആളായി നിന്നുകൊണ്ട് തൊഴിലിടങ്ങളിലെ സുവിശേഷ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. ഔഷപിതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഔഷപിതാവിനെ എപ്പോഴും കാണുമ്പോൾ ഉണ്ണീശോയെ കയ്യിലെടുക്കുന്ന ഉണ്ണീശോനെ കാണുന്നത്, പക്ഷെ അതേസമയം ഞാൻ കുഞ്ഞുങ്ങളെ പ്രതി വേദനയനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഔഷപിതാവിനെ പോലെ സങ്കടം അനുഭവിക്കുന്ന അപ്പന്മാരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് രോഗങ്ങൾ വന്നതിന് ശേഷം അവരെ സുഖപ്പെടുത്താനും കഴിവില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നുപോയി രോഗങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഈ സമയത്ത് നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വന്തമായിട്ട് കഴിവ് നഷ്ടപ്പെട്ടു നിൻ്റെ കൃപ നൽകിക്കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കാനുള്ള കൃപയും നൽകണ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളില്ലാത്തവരുണ്ട് കർത്താവെ, അവരെയും കർത്താവെ അങ്ങ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവരുടെ മനസ്സിന് അനുഭവിക്കുന്ന പീഡകളെ കർത്താവ് ഒരിക്കലും നീ മക്കളെ കൊടുക്കത്തില്ല എന്നാണെങ്കിൽ, അവർക്ക് കിട്ടാതെ ജീവിക്കണമെന്നാണെങ്കിൽ മക്കളില്ലാതെ നിന്നെ മഹത്വപ്പെടുത്താനുള്ള മാനസിക അവസ്ഥ കൊടുത്ത് ആന്തരികമായ അഭിഷേകം നൽകി അവരെ ധന്യമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഔഷപിതാവും മാതാവുമായിട്ട് കർത്താവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച കുടുംബപരമായ സംഘർഷാവസ്ഥകൾ അവിടെ ഉണ്ടാകുമ്പോഴും തന്നെ അവരുടെ നീതിയിൽ നിന്ന് വിട്ടുപോകാതെ നിന്ന് കർത്താവ്, നീതിയിൽ നിന്ന് മാതാപിതാക്കന്മാർ വിട്ടുപോകാതെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവ് ഡൈവേഴ്സ് ഉണ്ടാവത്തില്ലെന്നറിയാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ സുവിശേഷത്തിനോടുള്ള വിശ്വസ്ത കാണിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നീതിയിൽ ജീവിക്കാൻ ദമ്പതികളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളുടെ ജോലികളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പഠനങ്ങളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പരീക്ഷകളെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പ്രത്യേകമായ കൃപയിലും വേദനയിലും സംഘർഷങ്ങളിലും രോഗപീഠകളിലും മാനസികാവസ്ഥകളും ഉറക്കമില്ലായ്മയും പ്രഷറിലും ഷുഗറിലും ഒക്കെ ജീവിക്കുന്ന മക്കൾ ആന്തരിക അവയവങ്ങളെല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടം പോലെ വൈതാക്രമ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കുകയും കർത്താവ് ഉച്ചമുതലുള്ള കൽവരെ കർത്താവ് രക്തം പരിസരിക്കുകയും ആന്തരികമായി അവരും ബാഹ്യമായും കർത്താവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കർത്താവ് സമാധാനം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ തിരുകൃപ ലഭിച്ച സമാധാനത്തിൻ്റെ അവകാശികളായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ
കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് ഓരോ വിഷയം തുടങ്ങി വെക്കുന്നവരെ ആശീർവദിക്കണമേ. ഇന്ന് ഓരോ വിഷയം അവസാനിപ്പിക്കുന്നവരെ ആശീർവദിക്കണമേ. എല്ലാം ദൈവത്തെ അവസാനിപ്പിക്കുവാനും ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ നീതി ഉപകരണങ്ങളുമാക്കി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം തിക്തമനുഭവങ്ങളെ നിത്യപരമായ പരാജയങ്ങൾക്ക് വരുമ്പോൾ ദൈവത്തിൽ അകന്നു പോകാതെ ആവശ്യപ്പെടാതെ നിന്നതുപോലെ ഞങ്ങൾക്ക് സഭയോടും കർത്താവ് വിശുദ്ധ ബലിപീഠത്തോടും കർത്താവ് അങ്ങയുടെ മനസ്സുകൊണ്ട് യോജിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ മഹത്വം ഞങ്ങളെ ഉപകരണം സുഖത്തിൻ്റെ കൃപ ആർജിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഉപകരണമാക്കി സന്തോഷിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ അടുത്ത സ്ഥലത്തേക്ക് കർത്താവിൻ്റെ സാക്ഷിയായി പോകാനുള്ള സുവിശേഷവിഹിതമായ കൃപയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്രയിക്കണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, ഇന്ന് ഘട്ടങ്ങളിരിക്കുന്ന വ്യക്തികളാൽ യേശുവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്ത് തരത്തിലുള്ള വേദനയാണോ, എന്ത് തരത്തിലുള്ള അനുഗ്രഹമാണോ, എന്ത് തരത്തിലുള്ള ദൈവിക ഇടപെടലാണോ ഇന്ന് നിനക്ക് ആവശ്യമുള്ളത് അത് നൽകുന്നതിന് കൃപാസ്ഥാനത്താറെ ജീവനുടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഔഷധപിതാവിൻ്റെ സാന്നിധ്യവും നിൻ്റെ ജീവിതത്തെ ധന്യമാക്കട്ടെ, നിൻ്റെ ജീവിതത്തെ ആശീർവദിക്കട്ടെ, നിനക്കുവേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നീ നല്ല ഊർജ്ജസ്വലയായി നാളെയും ഈ ഡെയിലി ബ്രെഡിലേക്ക് തിരിച്ചു വരാൻ ദൈവം നിന്റെ ഉറക്കം വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഔഷധപിതാവിൻ്റെ മാധ്യസ്ഥ എനിക്ക് ശരിക്കും കിട്ടിയിട്ടുള്ള ആളാണ്. എൻ്റെ ഉറക്കം മുറിയിൽ ഞാൻ ഔഷധപിതാവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യണ കാര്യം, ഞാൻ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഔഷധപിതാവിൻ്റെ അടുത്ത് പോയി തൊട്ടുമുത്തു. ഞാൻ കിടക്കാൻ വേണ്ടി എൻ്റെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ, ഞാൻ പകലങ്ങനെ കിടക്കത്തില്ല, കിടക്കണത് രാത്രി 10 മണി, എഴുന്നേക്കണത് 4 മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ 5 ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും. അപ്പോഴും ഔഷധപിതാവിനെ തൊട്ടുമുത്തും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഷധപിതാവിൽ തൊട്ട് മാധ്യസ്ഥ തുടങ്ങുന്ന ജീവിതം ഔഷധപിതാവിൽ അവസാനിക്കുകയാണ്. കാര്യം നമ്മൾക്ക് നല്ല മരണത്തിന് വേണ്ടി ഔഷധപിതാവിനെ തന്നെയാണല്ലോ നമ്മൾ മധ്യസ്ഥമായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്കെപ്പോഴും ഔഷധപിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എന്ന് വെച്ചാൽ ഔഷധപിതാവ്, ബൈബിളിലൊരു വാക്കുണ്ടേ, ജോസഫിനെ അറിയാത്ത ഒരു അധികാരി വന്നെന്ന്. എന്നിട്ട് ജോസഫ് ജീവിച്ചില്ലേ? അതുപോലെ ഔഷധപിതാവ്. ബൈബിളിലെ ഏറ്റവും ഹൃദ്യമായൊരു വാക്കാണ്, ഹൃദ്യമല്ല, ഏറെ നമ്മുടെ ജീവിതാനുഭവമായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് പറഞ്ഞ വാക്കാണ്. പുറപ്പാട് 1:8. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി. അവന് ജോസഫിനെ കുറിച്ച് അറിവില്ലായിരുന്നു.
ഔസേപ്പിതാവിൻ്റെ ജീവിതം കണ്ടു നോക്കിയാൽ മനസ്സിലാവും, ദൈവത്തിന് ഔസേപ്പിതാവിന് ഒരു അറിവില്ലെന്ന് തോന്നിപ്പോവും. യോസേപ്പിന് അറിയാത്ത അധികാരിയായിട്ട് ദൈവം നിൽക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല സന്തോഷകരമായ അനുഭവങ്ങളുണ്ട്. മാതാവ് സന്തോഷം, കർത്താവിൻ്റെ സന്തോഷം ജീവിത ഓശാന പാടി എതിരേറ്റൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്. ആ വഴികളിൽ പൊളിഞ്ഞും തെറിഞ്ഞും കർത്താവിൻ്റെ യാത്രയിൽ അമ്മ ഉണ്ടായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതും മേരി മാഗ്ഡലിനൊക്കെ സുഗന്ധക്കൂട്ടൊക്കെ വെളുപ്പിനെ മുട്ടും തട്ടും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടിയെടുക്കണതൊക്കെ അമ്മ ഉറക്കത്തിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ ചിരിയുണ്ടായിരുന്നു. കർത്താവ് ഉയർത്തുന്നതിൻ്റെ കാര്യം അമ്മയോടല്ലേ ആദ്യം പറഞ്ഞത്. ആ യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അമ്മയോടല്ലേ മംഗളവാർത്തയിൽ ആദ്യം പറഞ്ഞത്. അപ്പം അമ്മ അത് വിശ്വസിച്ചു എന്നല്ലേ ഉത്സവത്തിലൂടെ പരിശുദ്ധാത്മ പറഞ്ഞത്. കർത്താവിനെ ആലോചിച്ച കാര്യം നിറവേറുന്നു വിശ്വസിച്ച് നീ ഭാഗ്യവതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അമ്മയെ സംബന്ധിച്ചിടത്തോളം മംഗളവാർത്ത തന്നെ സംഭവിച്ച കാര്യമാണ്. അത് എനിക്ക് എപ്പോഴും ഈ സ്വപ്നത്തിൽ ഔസേപ്പിതാവിനെ കൊടുത്ത സന്ദേശങ്ങൾ അത് വളരെ പരിമിതമാണ്. അതായത് എന്ത് കൊണ്ടാണെന്ന് പറയും, എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് പോകണമെന്നോ എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് തിരിച്ചു വരണമെന്നോ അതിൻ്റെ ദൈവിക ലക്ഷ്യം എന്താണെന്നോ ഒന്നും പരിശുദ്ധ അമ്മയോട് പറഞ്ഞ പോലെ ഔസേപ്പിതാവിനോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മ എല്ലാം അറിയാവുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും അറിയാത്തവനായിരുന്നിട്ട് പോലും അറിയാവുന്ന പോലെ ജീവിച്ചു എന്നുള്ള കാര്യമുണ്ടല്ലോ, ഒരു വല്ലാത്ത സംഭവമാണ്. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞില്ലേ എലിസബത്തിലൂടെ, മേരി കർത്താവിനെ അളിച്ചത് കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ, നീ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞില്ലേ. ചില സമയത്ത് നമുക്കൊരു അടയാളമില്ലാത്ത കാലം ഉണ്ടാകും. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു അടയാളമില്ലാത്ത ജീവിതമാണ്. ഒന്നും കണ്ടില്ല. അമ്മ എല്ലാ അടയാളം കണ്ടു, ഔസേപ്പിതാവ് ഒരു അടയാളം കണ്ടില്ല. എന്നിട്ടും വിശ്വസിച്ചു. അതാണ് അദ്ദേഹത്തെ നീതിമായെന്ന് സ്വർഗം പറയണത്. കാര്യം അത് സ്വർഗരാജ്യത്തിൻ്റെ നീതിയാണ്. ഔസേപ്പിതാവ് ഫോളോ ചെയ്യണത് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ്. നീതിയും സമാധാനവും എന്നൊക്കെ പറയും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 14:17. കാരണം ദൈവരാജ്യത്തിന്റെ മൂല്യം കണ്ടില്ലേ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത അത് ലോകരാജ്യത്തിനാണ് ഭക്ഷണവും പാനീയവും വരണം. പ്രത്യുത നീതിയും സമാധാനവും. ദൈവ മനസ്സ് നിറവേറ്റുന്ന നീതിയുണ്ട്, ദൈവനീതിയാണത്. നീതിയും സമാധാനവും, അത് നിറവേറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ദൈവത്തെ മഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. അപ്പൊ ആ ദൈവരാജ്യം നമ്മൾ തന്നെയാണെന്ന് അർത്ഥം. ഈ ദൈവരാജ്യം നമ്മൾ തന്നെയാണെന്ന് ഈശോ പറയുന്നില്ലേ. അത് ദൈവരാജ്യം നമ്മൾ തന്നെ ആകുന്നതിൻ്റെ ആളുരൂപമാണ് ഈ ഔസേപ്പിതാവ് എന്ന് പറയുന്ന ആള്. അതിൻ്റെ മോഡലാണ്. ഈശോ ദൈവരാജ്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ എടുത്തില്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഔസേപ്പിതാവിനാണ് എടുത്തു പറയണത്, ദൈവരാജ്യത്തിൻ്റെ മോഡലായിട്ട്. ഇത് കണ്ട് നമുക്ക് വളരാം, ഇത് കണ്ട് ക്രിസ്തുവിനെ വളർത്താം, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കാം. ഇന്നലെ ഇവിടെയൊക്കെ വല്ലാത്തൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇന്നലെ കോഴിക്കോട് പിതാവിൻ്റെ നമ്മുടെ റാലിയുടെ അവസാനം ആദ്യത്തിൽ കുർബാന അർപ്പിച്ചത് ചക്കാലക്കൽ തിരുമേനിയാണ്, വർഗീസ് ചക്കാലക്കൽ തിരുമേനി. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ടച്ചിങ് ഞങ്ങളുടെ ആലപ്പുഴ പിതാവിന് കൊടുത്തതുപോലെ തന്നെ ദൈവം ചക്കാലക്കൽ പിതാവിന് അതുപോലെ തന്നെ ഉള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട് ഉടമ്പടിയെക്കുറിച്ച്. കാര്യം പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അത് കൺകറൻസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദൈവശാസ്ത്ര കാര്യം അന്ന് അദ്ദേഹത്തിനായിരുന്നു സഭയിൽ അധികാരം, പവറല്ല, ഇതൊക്കെ അതായത് തിയോളജിക്കൽ കമ്മീഷനായിരുന്നു. KCB കേരള സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മാതാവ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൊണ്ട് കൊടുക്കുന്നത് ഉടമ്പടിയുടെ. അദ്ദേഹം അതെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ രീതിയിൽ അതിനെല്ലാം വിശ്വസിച്ച് അതിൻ്റെ തെറ്റുണ്ടോ എന്ന് നോക്കി. കാര്യം ദൈവം നമുക്കങ്ങനെ ആർക്കും കയറി എന്തും പഠിപ്പിക്കാൻ പറ്റത്തില്ലേ. അതിന് ദൈവവചനത്തോട് ബന്ധമുണ്ടാകണം, വചനപരമായിരിക്കണം, സഭയുടെ നിയമങ്ങളുണ്ട്,
കാറ്റഗിസമത്ത് കാത്തലിക് ചർച്ചുണ്ട്, അത് വലിയ പുസ്തകമാണ്. പിന്നെ വത്തിക്കാൻ സുനദോസിൻ്റെ ഡയറക്ടറി ഉണ്ട്, സുനദോസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പിന്നെ ജെറോം ബിബ്ലിക്കൽ കമൻട്രി ഉണ്ട്. ഇതെല്ലാം വലിയ 10,000-3000 പേജുകളുള്ള വലിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് കൺകർ ചെയ്യണം. ഒരു പ്രെയർ വരുമ്പോൾ, സഭയിൽ പുതിയ വരുമ്പോൾ, സഭയിലെ ഈ 2000 വർഷങ്ങളുടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ദൈവശാസ്ത്രവുമായിട്ട് ഡോഗ്മയുമായിട്ട് ഇതിനെ സിങ്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധ പ്രബോധനമാകും. വേണമെങ്കിൽ സഭയ്ക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്നായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ കർത്താവ് നമുക്ക് ഉടമ്പടിയെ തന്നെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രവും കാത്തലിക് കാറ്റഗിസവും അതിൻ്റെ വത്തിക്കാൻ ഡോക്യുമെൻറ്റും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാതാവ് ഈ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കൈയെഴുത്ത് പ്രതിമ മേടിച്ചുകൊണ്ട് പോയി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് നമ്മൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു അത്ഭുതത്തിൻ്റെ ദൈവം നേരിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എനിക്കറിയത്തില്ലായിരുന്നു വർഗീസ് പിതാവ്, ചക്കാലക്ക പിതാവാണ് തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനെന്ന്. എനിക്കറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ തിയോളജിക്കൽ കമ്മീഷനാണ് അവസാനമായിട്ട് പരിശോധിക്കേണ്ടതും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ മാതാവിനെല്ലാം അറിയാം. അതാണ് നമ്മൾ സംഭവം. എനിക്ക് 2 കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം എനിക്കറിയാൻ പാടില്ലാതിരുന്നത്, തിയോളജിക്കൽ കമ്മീഷനാണ് ഇത് അടിസ്ഥാനപരമായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന കേരള സഭയിലുണ്ടാകുന്ന വിഷയങ്ങളെ പരിശോധിക്കേണ്ട ആളെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. രണ്ടാമത്തെ എനിക്കറിയാൻ പാടില്ലത്, ചക്കാലക്ക പിതാവാണ് ഇത് പരിശോധിക്കേണ്ട ആളെന്നും എനിക്കറിയത്തില്ല. ഞാൻ സത്യമായിട്ട് അറിയത്തില്ല. ആൾക്കറിയെന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ലേ. പക്ഷേ ഇത് രണ്ടും മാതാവിനറിയാം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുണ്ട്. നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ സംഭവം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കടങ്ങൾ, ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല. ക്ലിയർ അല്ലേ? പക്ഷേ നിന്റെ ദൈവത്തിന് അറിയാം. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇതിനാണ് പരിപാലനമെന്ന് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇവിടുത്തെ പരിപാലനം എന്താണ്? എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തറിയാൻ പാടില്ല? ചക്കാലക്കൽ പിതാവാണ് KCBC ചെയർമാൻ എന്നറിയാൻ പാടില്ല. ഞാനിങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വലിയ കാര്യങ്ങളൊന്നും തിരക്കാറില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നവുമായിട്ടാണ് എല്ലാ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയും. പിന്നെ നമ്മുടെ ശുശ്രൂഷയോടാണ് കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവും ദൈവത്തിൻ്റെ കൃപയും അതിനുള്ള അധികാരം കൊടുത്തവർ അത് ഭംഗിയായിട്ട് ജീവിക്കും. ഞാൻ അനുസരണയോടെ അവർക്ക് വഴിപ്പെട്ട് എൻ്റെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും. നമുക്ക് അത്രയും പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാൻ ഞാൻ ശ്രദ്ധിക്കാതെ എനിക്കറിയാൻ പറ്റാഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ സംഭവം? ഈ കമ്മീഷനാണ് ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതിന് ഇപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം, നിങ്ങളെവിടെ ജീവിക്കും, ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. കുറച്ച് കാര്യങ്ങളറിയാം. ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബിഗ് സീറോയാണ്, ഒന്നും അറിയത്തില്ല. പക്ഷേ എന്താ നമ്മുടെ ഉറപ്പ്? നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നീ എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ കടം പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ രോഗം സുഖപ്പെടേണ്ടത്, എവിടെയാണ് നീ പഠിക്കേണ്ടത്, എല്ലാം. നീ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് നിന്റെ ദൈവത്തിനറിയാം. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈശോയുടെ മനസ്സിൽ എന്താ ഉള്ളത്? 2 പേര് കൂടി പറയുന്ന സാക്ഷ്യങ്ങൾ. 2 പേരും ഒരേ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണ്. ഇപ്പോൾ 2 പേര് കൂടി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വന്നത് എന്താണ്? അപ്പോൾ വർഗീസ് പിതാവ് ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? അദ്ദേഹം ടൈക്കണപ്പായിപ്പോയി. അഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞ്,
ഇതിനൊരു വൈബ്, ജപമാലയുടെ ഒരു വൈബ്രേഷൻ ഉണ്ടേ. എല്ലാ ജനങ്ങളും, ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അന്തരീക്ഷം മുഴുവൻ ദൈവ ചൈതന്യം നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയുണ്ട്. എന്താണ്? അടുത്ത കൊല്ലം ഞാനും ഈ റാലിയുടെ കൂടെ നിങ്ങളുടെ കൂടെ നടന്നു വരുമെന്ന്. അതൊരു അഭിഷേകമാണ്. അതുകൊണ്ട് പിന്നീട് ഒരു കാര്യം എന്താ അദ്ദേഹം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞിട്ടില്ലേ, ഞാൻ അൾത്താരെ കയറിയപ്പോൾ ഞാൻ കൃപാസനം മാതാവ് എന്നോട് സംസാരിച്ചു. അതാണത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചായിപ്പോയി. ഇക്കാര്യം എനിക്കിത് അറിയാവില്ല, അമ്മയ്ക്ക് ഈ പരിപാടി ഉള്ളതാണെന്നറിയാം. എത്രയോ മനുഷ്യരോട് അമ്മ സംസാരിക്കുന്നത്. അതായത് ഞാൻ അൾത്താരെ കയറിയപ്പോൾ, ആദ്യമായി അൾത്താരെ കയറിയപ്പോൾ കൃപാസന അമ്മ എന്നോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എത്രയോ കാലമായിട്ട് ഇയാൾ ഇവിടെ വരാൻ വേണ്ടി അമ്മ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനെ കാത്തിരിക്കാൻ കാരണമുണ്ടായത് ഞാൻ എൻ്റെ പിതാവിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിളിക്കുന്നത്, ഉപതാധ്യക്ഷനെ വിളിക്കത്ത. പിതാവ് പറഞ്ഞ് ആ ദിവസങ്ങൾ ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞായിരുന്നു. ഒക്ടോബർ 28 ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചക്കാലക്ക പിതാവിനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വൈനോട്ട്. അപ്പോൾ ഞങ്ങളുടെ പിതാവ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ 3 പിതാക്കന്മാരെ വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ പിതാവിൻ്റെ ആ സമയത്ത് ചക്കാലപ്പിതാവ് കുർബാന എടുത്ത് കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ പ്രോഗ്രാം കട്ടായി, കോഹിമയുടെ പ്രോഗ്രാം കട്ടായി. അപ്പോൾ പിതാവ് ഫ്രീ ആയി. അപ്പോൾ ഞാൻ പിതാവിനോട് പിതാവ് വരുന്നില്ലേ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിതാവ് വന്നു. പക്ഷേ കുർബാന ചെല്ലാൻ മാതാവ് ട്വിസ്റ്റ് നടത്തിയാണ് അവിടെ. അതാണ് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം. ആ പ്രോഗ്രാം കട്ടാക്കി ട്വിസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്. അതായത് ഈ പരിപാലനം എന്ന് പറഞ്ഞ ഇതാണ്. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ. നമ്മുടെ പ്രോഗ്രാം പോലും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഇപ്പം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കണ്ട. ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 18:1. ലൂക്ക 18:1. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണ്? ഭഗ്നാശരാകാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതെ, തകർന്നു പോകാതെ, ശിഥിലമാകാതെ, മനസ്സ് ശിഥിലമാകാതെ, പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പറഞ്ഞത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ടൈം കൂടുന്നത്. ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ജപമാല എടുത്ത് അല്ലെങ്കിൽ തിരിയൊക്കെ കത്തിച്ച് കൈയും കാലും കഴുകി, അതല്ല. അത് നമ്മുടെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. അതല്ല. പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തോടുള്ള സ്നേഹവാത്സല്യങ്ങൾ തോന്നലും ഇതെല്ലാം കൂടുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. അതിനാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലലല്ലേ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാമപ്രാർത്ഥനകളുണ്ടാവും. സന്ധ്യക്കുണ്ടാവും, പ്രാർത്ഥിക്കും. വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നേരത്തേക്ക് ഞാൻ 2 മണിക്ക് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് അസുഖമൊക്കെ ആയത് കാരണം 2 മണിക്കുള്ള കാര്യം കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 10, 11 മണി, ചിലപ്പോൾ 2 മണിയൊക്കെ നേരത്തെയൊക്കെ താമസിച്ചു. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രഷറൊക്കെ ഈ ഉറക്കം നിൽക്കണ അത്ര നല്ല കാര്യമൊന്നുമല്ലേ. ചിലതൊക്കെ പ്രഷറൊക്കെ ഫോം ചെയ്ത് വരും. പിന്നെ കിഡ്നിയുടെയൊക്കെ പ്രോബ്ലം വരും. ഉറക്കം നിന്നാൽ അതിനെ കാര്യം. എനിക്ക് വേറെ സഭയില്ലല്ലോ. പകലെല്ലാം ജനങ്ങളുമായിട്ട് കൺഫ്യൂഷനും ധ്യാനവും പിന്നെ എഴുതണമെല്ലാം 10-20 പുസ്തകം എഴുതി. അതെല്ലാം രാത്രിയിൽ എഴുതണം. അപ്പം അതിന് ഉറക്കം വരും, പ്രഷറായി. അതായത് നമ്മൾ ചെയ്യുന്നതിന്
എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കർത്താവിക്ക് തന്നിരിക്കുന്നത് ടൈം കുറവാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ടൈം കുറവാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും? അപ്പോൾ ലിമിറ്റഡ് തന്നിരിക്കുന്ന ടൈമിന് മാക്സിമം വർക്ക് ചെയ്യും. തന്നിരിക്കുന്ന ടൈമിന് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യനല്ലേ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെല്ലാം യാചനാ പ്രാർത്ഥനയാണോ? മകളെ കെട്ടപ്രായമായ മകളുണ്ടെങ്കിൽ മകളെ കെട്ടിക്കണേ. അങ്ങനെയല്ല മക്കളെ. നല്ല ദൈവബന്ധമുള്ളവരൊന്നും പറയത്തില്ല ദൈവത്തോട് കാര്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് നല്ല ബന്ധമായിരിക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കും, ദൈവത്തിന് വേണ്ടി. ഇപ്പം ഞാൻ തന്നെ ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ നൽകുകയാണ്. എല്ലാവരെ കൊണ്ടും ഭക്ഷണം കൊടുപ്പിക്കണം, എല്ലാവരെ കൊണ്ടും രോഗികളെ പോയി കാണാൻ പറയണം, തറവാട്ടിലുള്ള വലിയപ്പന്മാരെ നോക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാതിരിക്കുന്നവരെയും കുളിക്കാൻ പറയണം. ഇപ്പം നമ്മൾ കല്യാണം കഴിപ്പിച്ച ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് കുറച്ച് സമയം എഴുതിയ പള്ളിയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാണ് തറവാടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അവിടെ കെട്ടി വന്നിരിക്കുന്ന പെൺപിള്ളേർ പുതിയ പ്രായക്കാരാണ്, അവർക്ക് കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്നെല്ലാം മാറി താമസിച്ച് പോകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അപ്പനെ അയാൾ മണം വെച്ച് ഗന്ധം വെച്ച് ഭയങ്കരമായ അകൃതത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വത്ത് തർക്കമായിട്ടുള്ളത് കൊണ്ട് ഈ മൂത്ത ചേട്ടന്മാരുടെ വൈഫൊക്കെ ഒന്നോട് തിരിഞ്ഞു നോക്കത്തില്ല. പെൺമക്കളാണെങ്കിൽ അവർ ടീച്ചർമാരും സാറുമാർക്കായിട്ട് പോയിട്ട് അവരും വന്ന് അപ്പൻ്റെ കാര്യം അന്വേഷിക്കത്തില്ല. അപ്പം അത് വന്ന് പരിപ്പിച്ചിട്ട് പോകും. ഇളയ മരുമകൾ തറവാട്ടിൽ നിൽക്കുന്നവളെ പരിപ്പിച്ചിട്ട് പോകുന്നല്ലാതെ ഇവർ നേരെ വന്ന് അപ്പനൊരു ചൂടുവെള്ളം പോലും കൊടുക്കുകയോ കോരിക്കൊഴിയോ ഇല്ല. ആ സമയത്ത് അവർ പിള്ളേരെ വരാമെന്നും പറഞ്ഞ് അവർ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ അനാഥ പ്രേതങ്ങളെ പോലെ കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ രോഗികളായിട്ട് കുളിക്കാണ്ട് കിടപ്പുണ്ട്. അവരെ കുളിപ്പിക്കാൻ പറയണമെന്നതിനോട് പറഞ്ഞ് ഞാനത് എഴുതി വെച്ച്. രോഗികളെ നമ്മുടെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാൻ ആദ്യകാലങ്ങളൊക്കെ അത് പറയുമായിരുന്നു. എനിക്ക് റെപ്പറ്റീഷൻ ചെയ്ത് പറയണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? പത്രം കൊടുക്കാൻ പോണതും അതിലൂടെ വിശ്വാസം കൈമാറുന്നതും അതുപോലെ തന്നെ എല്ലാം രോഗികളെ കാണാൻ പോകുന്നതും. ഇപ്പം നമ്മളിവിടെ ഒരു കൃപാസനം മിഷൻ തുടങ്ങിയില്ലേ അപ്പുറത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ച വെഞ്ചരിച്ചു. അതായത് എന്താ സംഭവിച്ചത്? നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുണികളെല്ലാം ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉടമ്പടി എടുക്കാൻ വരുന്ന കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അവർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നിങ്ങൾ കൊണ്ടുവന്ന പാസ് ചെയ്ത് കൊടുക്കും ഉടുപ്പ്. അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി പത്രം മേടിച്ചിട്ട് അത് സൈൻ ചെയ്ത് വെച്ച് ഉടുപ്പ് എടുത്തു തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതാണ് സംഭവം. അതിങ്ങനെ ഗ്രാൻഡ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് 2000-ഓളം പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ ഒക്ടോബർ മാസം അമ്മയുടെ റാലി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുക. അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ്, സോഷ്യോ എന്നും പറഞ്ഞ്, അവിടെ നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിലെ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതും സാമൂഹ്യ പ്രവർത്തനം പറയുന്നതും വ്യത്യാസമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രാർത്ഥന കണ്ടനല്ല. നമുക്ക് കഴിവുണ്ട്, സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ദൈവം കക്ഷിയല്ല. ആണെങ്കിൽ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ റീഫണ്ടബിൾ അല്ലെന്നോ. മനസ്സിലായില്ലേ? എൻ്റെ നാമത്തിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്തിൽ നൽകുന്നതെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി. ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ Praise God.